ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ 50 സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ഇനിയും ഓരോ സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലും നമുക്ക് ദിവസവും 1 രൂപ തൊട്ട് 3 രൂപയും 5 രൂപയും 10 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെട്ടാലോ? നേരെ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് എല്ലാ ദിവസവും ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. അതും 2 രൂപയും 3 രൂപയും കൺഫേം ആയിട്ട് 3 രൂപ വെച്ച് എല്ലാ ദിവസവും കിട്ടും. എന്നാൽ നമുക്കെന്ന് വേറെ വീട്ടിലോട്ട് പോകാം. പ്ലേ സ്റ്റോറിൽ ആദ്യം നമ്മൾ കയറുക. അതിനുശേഷം കാനറ പേ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേപോലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പണും കാര്യങ്ങളും ചെയ്യുക. ഇതേപോലെയാണ് ഓപ്പൺ ആക്കി വരുമ്പോൾ ഇൻ്റർഫേസും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. ബീം എന്ന് പറയുന്ന ആപ്ലിക്കേഷനായിട്ട് സംയുക്തമായിട്ട് ചേർന്നാണ് കാനറ AI1 പേ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. തുറന്നു വരുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന ഏത് മൊബൈൽ നമ്പറാണോ അത് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൊസീഡാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു OTP ആണ് വരുന്നത് ഫോണിനകത്തോട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് റീചാർജ് കാര്യങ്ങളും കാണണം SMS വരുന്നത് ഫോണിനകത്ത്. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇൻ്റർഫേസിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ 1 ടൈം കൊടുക്കാം, അല്ലെങ്കിൽ ആസ് യൂസ്വലായിട്ട് നമുക്ക് കൊടുക്കാം. അതിനുശേഷം മെസ്സേജ്, നമ്മുടെ കോൾ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ബാങ്കിൽ കൊടുത്തേക്കുന്ന ഏത് സിമ്മാണോ അതിനകത്തോട്ട് OTPക്ക് വേണ്ടി വെരിഫിക്കേഷൻ കൊടുക്കുക. സിമ്മ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സിമ്മ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമുക്കൊരു SMS വെരിഫിക്കേഷൻ നമ്പറിൻ്റെ നടക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനകത്ത് റീചാർജും കാര്യങ്ങളും മസ്റ്റായിട്ട് വേണം, ഇല്ലെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ ആവുന്നതല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, വൈഫൈ കണക്ട് ചെയ്തൊരിക്കലും യൂസ് ചെയ്യരുത്. അതിനുശേഷം അടുത്തൊരു ഇൻ്റർഫേസ് വരെ നമുക്ക് നമ്പർ പിന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഡിജിറ്റൽ നമ്പറും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നമ്പറും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഓർത്തിരിക്കണം, നമ്മൾ കൊടുക്കുന്ന പാസ്കോഡും കാര്യങ്ങളും ഏതാണെന്ന്. അത് പിന്നീട് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് അറിയാവുന്ന ഒരു നമ്പർ മാത്രമായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം നമുക്ക് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിനകത്ത് താഴെ ഓപ്ഷനുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്ന നമ്പറും കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതിനർത്ഥം കൺഫേം ആൻഡ് പാസ്കോഡ് കൊടുക്കുക. പിന്നെ പാസ്കോഡ് വീണ്ടും മറക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഷോ എന്നുള്ള ഓപ്ഷൻ ഏറ്റവും താഴെയുണ്ട്. അത് നോക്കി ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഒരിക്കലും മറക്കരുത്. അതിനുശേഷം കൺഫേം പാസ്കോഡ് കൊടുക്കുക. ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നെയിം അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുക. അതേ നെയിം തന്നെ അതേ സ്പെല്ലിങ്ങോട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ പേര് നിതിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ നെയിം കൊടുത്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നമ്മൾ ബീം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഓപ്പണായി വന്നിരിക്കുന്നത് അതേ സെയിം ഫീച്ചർ തന്നെയാണ് കാനറ തന്നെ ഓപ്പണായി വരുന്നത്. അതിനുശേഷം ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് നൗ എന്ന് ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബീം തന്നെ എങ്ങനെയാണോ നമ്മൾ ചെയ്തേക്കുന്നത്, കഴിഞ്ഞ വീഡിയോ ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ കാനറയുടെ ഈ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റെഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേക ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്ക് 3 രൂപ 5 രൂപ പെട്രോൾ അടിക്കുന്ന അനുസരിച്ച് നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. പെട്രോളൊക്കെ അടിക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെ ഓരോന്നിനുണ്ട്. അതിനുശേഷം എൻ്റെ കാനറ ബാങ്കാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് വേറൊരു ബാങ്ക് ആഡ് ആവുമെന്ന്. ഞാൻ SBI എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം കാനറയാണ് അടിച്ചത്, അത് മാറ്റി ഞാനിപ്പോൾ SBI ആക്കിയിട്ടുണ്ട്. SBI ബാങ്കാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഓട്ടോമാറ്റിക്കൽ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് IFSC കോഡും എല്ലാം വന്നേക്കും. അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം സക്സസ്ഫുള്ളിയും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നമ്മുടെ ബാങ്ക് ബാലൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും ആക്റ്റീവായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെയധികം സിമ്പിളായിട്ട് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് കാനറ ബാങ്കും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുത്തേക്കുന്ന MPIN എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാങ്ക് ബാലൻസും കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ എൻ്റെ എമൗണ്ടും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പം പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഒരു ചെറിയ ബ്രേക്ക്.